ഒരു 25 അല്ലെങ്കിൽ 50 വർഷം മിനിമം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികളെ ആവിഷ്കരിക്കാവുള്ളൂ. ഇപ്പം ഞാനിരിക്കുന്ന ഒരു വർഷം ചീത്തപ്പേര് കേൾക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കരുതി പോകണം, 5 വർഷം പോകണം എന്നുള്ളതിലുപരി ഏറ്റവും ചുരുങ്ങിയ ഒരു 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതികളാണ് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിലുള്ള 4 കാര്യങ്ങൾ. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് ഇനിയും ചിന്തിക്കേണ്ടതായിരുന്നു. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഇൻകം വർദ്ധിപ്പിക്കുക, ഈ 2 കാര്യങ്ങൾ ചെയ്യണം. അതിന് ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് പറഞ്ഞ 4 കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, സ്പിരിച്വൽ ടൂറിസത്തിന് ഭയങ്കരമായ സാധ്യതകളുണ്ട്, മെഡിക്കൽ ടൂറിസത്തിന് ഭയങ്കരമായ സാധ്യതകളുണ്ട്. വിഴിഞ്ഞം നമ്മുടെ കയ്യിലിരിക്കുകയാണ്, അതിനെ മാക്സിമം എക്സ്പാൻഡ് ചെയ്താൽ മതി. ഒപ്പം തന്നെ IT, ഇത് 4 നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് 4 നമ്മൾ നന്നായിട്ട് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ സൗത്തിലെ ഫിനാൻഷ്യൽ ക്യാപിറ്റലാകാൻ പോലും നമുക്ക് സാധിക്കും. ഇതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും ഉണ്ടാകും. അപ്പോൾ ഇത് വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇത് പറയുമ്പോൾ ഇനി ഒരു കാരണവശാലും സിറ്റിക്കകത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ വരുത്താൻ ശ്രമിക്കരുത്. ആയാൽ സിറ്റിയുടെ മനോഹാരിത ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ കൺജസ്റ്റഡാവും. ഇനി IT ഡെവലപ്പ് ചെയ്യേണ്ട ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ്. മലയോര മേഖല കേന്ദ്രീകരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നെടുമങ്ങാട് കാട്ടാക്കട ഭാഗത്തായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ മുഴുവൻ എക്സ്പാൻഷൻ വരേണ്ട കാട്ടാക്കട, നെയ്യാറ്റിൻകര, കളിയിക്കാവിളേറെ ബോർഡർ വരേണ്ടത്. ഈ രീതിയിലുള്ള, അപ്പം ദാറ്റ് മീൻസ് ഒരു റവന്യൂ ജില്ലയുടെ ഏകദേശം ആറ്റിങ്ങൽ ഭാഗം വരെ ഒരു സാറ്റലൈറ്റ് സിറ്റികളായിട്ടോ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടോ, ഭാവിയിൽ ചിലപ്പോൾ മുംബൈ കോർപ്പറേഷൻ പോലെയൊക്കെ നമുക്ക് 2 3 ഒക്കെ ആക്കേണ്ടി വരും. ആ രീതിയിലായിരിക്കണം വികസനം. അപ്പോൾ ഒരു 50 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരം ഇവിടെ എത്തി നിൽക്കും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സ്ഥലമായിട്ട്, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായിട്ടും, ഇപ്പോൾ 2047 ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും മുൻപിലെത്തണമെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാറി. ഇത് കണ്ടുകൊണ്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കാം നമ്മളിപ്പോൾ ഇടേണ്ടത്. പുറത്തേക്ക് വികസനം വേണം, പക്ഷേ ഈ സിറ്റിക്കകത്ത് മാക്സിമം ഒരു പരിധിവരെ ആയിക്കഴിഞ്ഞു. ഇനി ഇവിടെ മാത്രം, ഈ വട്ടത്തിൽ മാത്രം, ഇപ്പോൾ കഴക്കൂട്ടത്തിനും നേമത്തിനും ഇടയ്ക്ക്, നമ്മുടെ വെള്ളാറിനും വഴയിലേക്കും ഇടയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കുണ്ടമണ്ഡപകടവ് പാലത്തിനും ഇപ്പുറത്ത് ആക്കുളം, അവിടെ ആക്കുളം ആ കായലിൻ്റെ അവിടെ അതിനിടയ്ക്ക്, ഇത്രയും സ്ഥലത്ത് മാത്രം പൊള്യൂഷൻ. ഇന്ന് ഡൽഹി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പൊല്യൂഷനാണ്. ഇത്രയും ഭാഗത്ത് മാത്രം ഇനി സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് എയർപോർട്ടിലെത്താൻ പറ്റുന്ന സിറ്റിയാണ് ട്രിവാൻഡ്രം. ഇനിയും ഇവിടെ വാഹനങ്ങളുടെ എണ്ണം കൂടിയാൽ അത് 3/4 മണിക്കൂറാവും. മുംബൈ പോലെയോ കൊച്ചി പോലെയോ ബാംഗ്ലൂർ പോലെ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ടിവിറ്റി, നല്ല റോഡുകൾ വന്നിട്ട് എങ്കിൽ മാത്രമേ കൂടുതൽ സ്ഥാപനങ്ങൾ വരാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട്. ഇതേ സമയം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇവിടെ റോഡിൽ ഇറങ്ങിയ നായ്ക്കൾ കടിക്കുന്ന സിറ്റിയിൽ എത്ര ഡെവലപ്മെൻറ്റ് വന്നാലും ആൾക്കാരൊക്കെ മനസ്സൊന്നും കാണില്ല. വേസ്റ്റ് നിങ്ങൾ ഇറങ്ങുമ്പോൾ പുറത്ത് വരെ ചെറിയണമെന്നുണ്ടെങ്കിൽ എത്ര ഇവിടെ IT വളർന്നാലും നമുക്ക് മനസ്സൊന്നും കാണില്ല. മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ അത് ഇതെല്ലാം ഒരുപോലെ നടക്കും, ഒരേ സമയത്ത് നടക്കണം. ഈ വിജയത്തിലെ പ്രവർത്തനം, അതായത് നിങ്ങളുടെ കൗൺസിലേഴ്സ് 35 പേരുണ്ടായിരുന്നു, അവരുടെ പ്രവർത്തനമാണോ അതോ PM നരേന്ദ്രമോദി ഈ സിറ്റിക്ക് വേണ്ടി കൊണ്ടുവരാൻ പോകുന്ന വലിയ വികസനം, ഇത് രണ്ടിൽ ഏതാണ് കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നത്? ഓരോ ഘടകങ്ങളും ഓരോ രീതിയിൽ ഗുണകരമായിട്ടുണ്ട്. ഒന്ന്, പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം വന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അത് തന്നെയാണ്. അത് കൗൺസിലർമാർ മാത്രമല്ല, ഞങ്ങളന്ന് ഇതൊന്നും അറിയപ്പെടാത്ത, സത്യത്തിൽ ഈ അറിയപ്പെടുന്ന ഞങ്ങളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന അറിയപ്പെടാത്തവരാണ്. ഇപ്പോൾ ഒരു പരിപാടി നടക്കുമ്പോൾ, ഒരു പൊതുയോഗം നടക്കുമ്പോൾ ചിലപ്പോൾ പ്രസംഗിക്കുന്ന ഞങ്ങളെയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. സ്റ്റേജിൽ പ്രസംഗിക്കുന്നു, അത് വാർത്തയിൽ വരുന്നു, ചാനലിൽ വരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ആ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിൽ, അവിടെ എല്ലാവരും നിൽക്കുന്നതിൻ്റെ ഏറ്റവും പുറകിൽ, ഏറ്റവും അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളൊക്കെ ആയിട്ട്, പിന്നെ മുഖത്ത് വലിയ പ്രതിസന്ധിയായിട്ട് ഒരു 4-5 പേര്, 2-3 പേര് കാണും, പ്രവർത്തകരുണ്ടാവും. ആ പ്രവർത്തകരാണ് ഈ വിജയത്തിൻ്റെ കഠിനാധ്വാനം. കാരണം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം പോകുമ്പോൾ മൈക്ക് സെറ്റിന് എങ്ങനെ പൈസ കൊടുക്കും, സ്റ്റേജിന് എങ്ങനെ പൈസ കൊടുക്കും, ആൾക്കാരെ കൊണ്ടുവന്ന വാഹനങ്ങൾക്ക് തന്നെ പൈസ കൊടുക്കും, നേതാക്കന്മാർ വന്ന് പ്രസംഗിച്ചവർക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് നാളത്തെ പ്രവർത്തനത്തിന് പണം കണ്ടെത്താൻ വേണ്ടി ടെൻഷൻ അടിക്കണം 3-4 പേര് എല്ലായിടത്തും കാണും. കാരണം ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്നവരെയും ഫോട്ടോ വരുന്നവരെയും എല്ലാവരും അറിയുള്ളൂ. ഇതൊന്നും അറിയാത്ത ഒരു 4-5 പേര് അതിൻ്റെ ഏറ്റവും പുറകിൽ എവിടെയെങ്കിലും കാണും. അത് പ്രത്യേകിച്ചും കേഡർ പ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും കാണും. ഇത് ഞങ്ങളുടെ അടുത്ത് കൂടുതലാണ്. ഇവരാണ് ഇതിൻ്റെ ഒന്നാമത്തെ അവകാശികൾ ഈ വിജയത്തിൻ്റെ, യാതൊരു സംശയമില്ല. കാരണം ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ടല്ല, ഇപ്പോഴും ജില്ലാ പ്രസിഡന്റ് ഇതൊക്കെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വഴി.
അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ അവകാശം. അതോടൊപ്പം തന്നെ ജനപ്രിയ നേതാക്കന്മാരുണ്ട്, സംഘടനയുടെ നയരൂപീകരണം പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്ന നിരവധി നേതാക്കൾ. ഇവരിൽ ഒരു 90% പേരും പുറത്തു വന്നിട്ടില്ല, മുഖം പുറത്തു വന്നിട്ടില്ല, വരാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതിൻ്റെ ഇത്രയും ഘടകങ്ങളുടെ അത്രത്തോളം അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം സംസ്ഥാന രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ടീം, അതോടൊപ്പം തന്നെ മോഡിജി രാജ്യത്തെപ്പാടും നടത്താവുന്ന വികസന പ്രവർത്തനം, അത് ജനങ്ങളിലുണ്ടാക്കിയ കോൺഫിഡൻസ്, ഇത്രയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ ചെയ്തു. ഇത്തവണ ഗ്രഹസമ്പർക്കം വളരെ ഒരു തവണ ഒരു വീടുകളിലൊക്കെ 3-4 തവണയൊക്കെ പ്രവർത്തകർ പോയതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ എത്രത്തോളം ജനങ്ങളെ കാണുമോ അത്രത്തോളം അവർക്ക് കോൺഫിഡൻസ് വിശ്വസിക്കും. പെട്ടെന്ന് പോയി നോട്ടീസ് കൊടുത്തിട്ട് പോകുമ്പോഴല്ലോ ഒരു അരമണിക്കൂർ ഇരുന്ന് 10-15 മിനിറ്റ് ഇരുന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം ആദ്യം കേൾക്കുക, നമ്മുടെ വെർഷൻ പറയുക. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞ് കൗൺസിലറെ കാണാനേ ഇല്ല എന്ന് പറഞ്ഞ പലരും ഉണ്ടായി. ഇപ്പോഴല്ല, കഴിഞ്ഞ 5 കൊല്ലം പിന്നെ ഞാനുള്ള എൻ്റെ വാർഡിൽ ഏതായിരുന്നു കൊടുങ്ങാനൂർ വാർഡിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞതാണത്തെ. അപ്പോൾ അവിടെ അവർ കാണാത്ത പല സെക്ഷൻസും ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട്. എന്ന് വെച്ചാൽ ഈ കൗൺസിലറിനെ നമ്മളുടെ ഏരിയയിൽ കണ്ടിട്ടേ ഇല്ല ഈ 5 കൊല്ലം. അങ്ങനത്തെ അതിനെ എങ്ങനെയാണ് ആ ഒരു സമ്പർക്കം, ഇപ്പം ജനസമ്പർക്കം ചോദിച്ചപ്പോൾ ആ കൗൺസിലറും അവിടുത്തെ ആൾക്കാരും തമ്മിലുള്ള ആ ഒരു സമ്പർക്കത്തിനെ എങ്ങനെയാണ് കൂട്ടാനായിട്ട്? അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൊടുങ്ങാനൂർ വാർഡ് അങ്ങ് പറയുന്നത് ഏത് സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ ടൈം പ്രവർത്തിച്ച കൗൺസിലർമാരിൽ ഒരാളായിരുന്നു കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ കഴിഞ്ഞ ടൈമിൽ. ഇപ്പോൾ എനിക്ക് BJP പത്മ അവിടെയുണ്ടോ ഞാൻ ജയിച്ചത്. ഇപ്പോൾ അതേപോലെ ഞാൻ ജയിച്ചത്, അതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്. ആ വാർഡിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അപ്പുറത്ത് ജനിച്ചു വളർന്ന ഞാൻ ആ വാർഡിൽ ചെന്ന് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ആ കൗൺസിലർ വളരെ മെച്ചപ്പെട്ട, പക്ഷേ ഏറ്റവും നല്ല പ്രവർത്തന അനുഭവമാണ് ആ കൗൺസിലറേതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവം അങ്ങ് പറഞ്ഞതുപോലെ ഉണ്ടായി കാണും. ഇതിൽ ജനങ്ങളുടെ ഒരു വികാരം പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലർ, കോർപ്പറേഷൻ കൗൺസിലർ എപ്പോഴും അവർക്ക് കണ്ടുകൊണ്ടിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിനനുസരിച്ചൊരു കൗൺസിലർക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും അവർ മനുഷ്യരാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാമോ, അവർക്ക് ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക് എന്താണ് മാസം പ്രവർത്തിക്കാൻ കിട്ടുന്ന അലവൻസ് എത്രയാണ്? 9,000 രൂപയാണ്. കോർപ്പറേഷൻ കൗൺസിലർക്ക് 9,800. പിന്നെ വല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടെങ്കിൽ 100-200 രൂപ അലവൻസൊക്കെ കിട്ടും. എല്ലാം കൂടെ 10,000 രൂപയ്ക്ക് താഴെ ആണ് കിട്ടുന്നത്. ഈ 10,000 രൂപ വെച്ചിട്ട് 30 ദിവസം ഇവർ എല്ലാ ദിവസവും ഒരു നേരം കോർപ്പറേഷൻ ഓഫീസ് വരണം. വിഴിഞ്ഞത്തുനിന്നും വെങ്ങാനൂരെന്നും കാട്ടായിക്കോണത്തുനിന്നും ഒക്കെ പെട്രോൾ അടിച്ചിട്ട് ഒരു പെൺകുട്ടി എല്ലാ ദിവസവും ഒരു ഹോണ്ട ആക്ടിവയിൽ ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാവും? അവർക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പ് വരുമ്പോഴേക്കും വസ്ത്രം ധരിക്കണ്ടേ, നല്ല വസ്ത്രം ധരിക്കണമല്ലോ. അവർക്ക് ഒരു ദിവസം എത്ര കല്യാണം, അതുപോലെ തന്നെ അമ്പലം, പള്ളി, ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരും. എത്ര സ്ഥലത്ത് കുഞ്ഞുങ്ങളുടെ ചോറ് കൊടുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇവർക്കുണ്ടാകുന്ന പിന്നെ ഫോട്ടോസ്റ്റാറ്റ് ആൾക്കാർ കൊടുക്കണതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. പലരും ചെറിയ സാമ്പത്തിക സഹായം ചെയ്യും. അപ്പോൾ ലോല മനസ്സുള്ളവരൊക്കെ കടം വാങ്ങിച്ചോ സ്വർണ്ണ പണയം വെച്ചോ കൊടുക്കും. പിന്നെ ഈ വാഹനം എല്ലാ ദിവസവും ഇങ്ങനെ ഓടുമ്പോഴുള്ള മെയിൻ്റനൻസ്, പലരും പട്ടിണിയാണ് പല കൗൺസിലേഴ്സും. അപ്പോൾ ഒരുപക്ഷെ ഇതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യണം? വീട്ടിലെ കാര്യം ഒരു പുരുഷൻ പോകുമ്പോഴല്ലോ വനിത, പുരുഷന്മാർക്കും ചിലവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജനാഭിലാഷം അനുസരിച്ചിട്ട് അവർക്ക് ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. ഉടൻ തന്നെ അവരെ അങ്ങനെ, അതിപ്പോൾ ഏത് പാർട്ടിയുടെ മെമ്പറെ ആയാലും കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് നടന്ന മേയർമാരുടെയും മുനിസിപ്പൽ ചെയർമാന്മാരുടെയും മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ഉൾപ്പെടുന്ന മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞ എവിടെയൊക്കെ അലവൻസ് കൂട്ടണമെന്ന് പറഞ്ഞു. കാരണം എങ്ങനെയാണ് 9,000 രൂപ വെച്ചിട്ട് ഈ പാവങ്ങൾക്ക് എങ്ങനെയാണ് ഓടിയെത്താം? അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. 2036 ഒളിമ്പിക്സ് വരുമ്പോൾ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വരണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്തു. അല്ല, അതിനെക്കുറിച്ച് പ്ലാനിങ് ഇപ്പോൾ ആദ്യം ഇന്ത്യയിൽ അത് നടക്കുന്ന ഒരു തീരുമാനങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ഇൻറ്റൻഷൻ അവിടെ പ്രകടിപ്പിക്കും. അതിപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രേഖാമൂലം ഞങ്ങളുടെ ഇൻറ്റൻഷൻ അവിടെ പ്രകടിപ്പിക്കും. പാർട്ടിയുടെ ഘടകവും കോർപ്പറേഷനും സ്വാഭാവികമായിട്ട് അറിയിച്ചിട്ട് ഞങ്ങൾക്ക് ഏതാണ് അലോട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കും. അതിനുശേഷം ഡയറക്റ്റ് ഫണ്ടിങ് പോസിബിൾ ആണോ അങ്ങനെ സെൻറ്റർ ടു ഒരു പർട്ടിക്കുലർ ലോക്കൽ ബോഡി? ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. ലോക്കൽ ബോഡിക്കല്ല, ലോക്കൽ ബോഡിക്ക് തരണമെന്നല്ലോ. തിരുവനന്തപുരം എല്ലാം തന്നെ ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റിലൂടെ തന്നെ സാധിക്കുകയുള്ളൂ. സെൻറ്ററിൻ്റെ പ്രോജക്റ്റാണ്, പക്ഷേ അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ സ്റ്റേറ്റും കോർപ്പറേഷനും ഉണ്ട്. കോർപ്പറേഷൻ അത് ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് ആണ്. സ്മാർട്ട് സിറ്റി പോലെ തന്നെ. സ്മാർട്ട് സിറ്റി അതെനിക്ക് തോന്നുന്നത് അത് അങ്ങനെയുള്ള അത് ക്യാബിനറ്റ് ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് പാക്കേജായിട്ട് വരണം.
അതൊക്കെ നടക്കുമില്ല എന്നുള്ള ഞങ്ങൾ ഈ മെട്രോയ്ക്ക് നമ്മൾ എന്തെങ്കിലും പ്രോമിനൻസ് അത് ഇപ്പോഴത്തെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. മെട്രോയിൽ എന്താണ് ചെയ്യുന്നത്? മെട്രോയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉണ്ട്, എങ്കിൽ മാത്രമേ വയബിൾ ആവുള്ളൂ. എങ്ങനെയാണ്? നമ്മളിപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് തുടങ്ങിയിട്ട് കാരയ്ക്കാമണ്ട വരെ പോയി കഴിഞ്ഞാൽ ഒരു മെട്രോ വയബിൾ ആവില്ല. ഇപ്പോൾ തന്നെ കൊച്ചിയിൽ എന്തായത് അവർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ തിരുവനന്തപുരത്ത് വരെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം ആറ്റിങ്ങൽ മുതൽ നെയ്യാറ്റിങ്കര വരെയോ കളിക്കാവളയൊക്കെ പോകേണ്ടി വരും മിനിമം. ഫ്യൂച്ചറിൽ ചിലപ്പം അങ്ങനെ വരികയാണെങ്കിൽ കൊല്ലത്തോട്ടൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തണം, എങ്കിൽ മാത്രമേ വയബിൾ ആവുള്ളൂ. വരാൻ പോകുന്ന 5 വർഷവും ഭരണം മുന്നോട്ട് പോകുമ്പോൾ യാതൊരു സംശയവുമില്ല ഓരോ മേഖലയിലുള്ള എക്സ്പെർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഒരു വീട് വയ്ക്കുമ്പോൾ, ഞാൻ വീട് വെച്ചിട്ടുണ്ട് സ്വന്തമായിട്ട്, ഒരു വീട് വെച്ച് തീരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യമായിട്ട് വീട് വയ്ക്കുന്ന ആളിന് മനസ്സിലാവുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീട്, കുറച്ചുകൂടെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതിനെ ചിന്തിച്ചിരുന്നെങ്കിൽ ആ റൂം ഇങ്ങനെ ഇത്രയും സ്പേസ് വേസ്റ്റ് ആക്കണ്ട, ഇന്ന സാധനമാണെങ്കിൽ ഇത്രയും പൈസ സേവ് ചെയ്യാമായിരുന്നു, അടുത്ത വീടിന് ജീവിതത്തിൽ വയ്ക്കില്ല. ഇതുപോലെ ഞങ്ങൾ ആദ്യം ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഒരുപാട് പാളിച്ചകളുണ്ടാവും. ഒരു വാഹനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ എല്ലാം ചോദിക്കും, ഇത് എത്ര കാലം ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടും, ടയർ എത്ര മൈലേജ് കിട്ടും എന്ന് ചിലപ്പോൾ അവർക്ക് ഡ്രൈവർക്കായിരിക്കും പറയാൻ പറ്റുന്നത്. ഞാൻ മേയറായിരിക്കും, പക്ഷേ ഡ്രൈവർക്ക് പറയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ജനങ്ങളുടെ പണം നഷ്ടപ്പെടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, 5 വർഷം ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്ത് ഇപ്പോൾ തന്നെ തെരുവ് നായെ സംരക്ഷിക്കുന്ന 4-5 പേരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നായെ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് കൂട്ടിയിട്ട് നമ്മൾ ഞങ്ങൾ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൂട്ടിനോ, ഒരാഴ്ച മുമ്പ് അതിന് ചെള്ളിൻ്റെ മരുന്ന് കൊടുക്കണം, വാക്സിനേറ്റ് ചെയ്യണം, ABC നടപ്പിലാക്കണം, അതിൻ്റെ ഫുഡ് 2 ദിവസം കൊടുത്തു നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഷെൽട്ടർ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവൻ എണ്ണത്തിന് വന്നിട്ട് പിന്നെ ഉണ്ടാകുന്ന മരണപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പെർട്ടോട് സംസാരിച്ചാൽ മിനിമം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്തും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പിലാക്കുള്ളൂ. ഈ ഡീസെൻട്രലൈസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പോളിസി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ നമ്മുടെ ലെഫ്റ്റ് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് ഏത് പദ്ധതിയും ഇപ്പോൾ ഒരു ഭരണകൂടം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോഴേക്കും എവിടെയെങ്കിലും വിജയിച്ചായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. ഇപ്പോൾ മുൻ മേയർ ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി സാറ് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിതുപോലത്തെ ഒരു ചർച്ചയിലും മനോരമ സംഘടിപ്പിച്ചൊരു ചർച്ചയാണ്, വിളപ്പിൽശാല ഹൈദരാബാദിൽ വളരെ മനോഹരമായിട്ട് നടക്കുന്നൊരു പദ്ധതിയായിരുന്നു. അദ്ദേഹം മേയറായിരുന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാരെയൊക്കെ ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിൽ കൊണ്ടുവന്നു ഇത് കാണിച്ച് അത് പക്കയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് വിളപ്പിൽശാല ഉൾപ്പെടെ കൊണ്ടുപോയി കാണിച്ചു. കൊണ്ടുപോയി കോർപ്പറേഷൻ്റെ ചിലവിൽ കാണിച്ച് ഇത് വൻ വിജയമാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടാണ് അവിടെ 50 ഏക്കർ സ്ഥലമാണ് തുടങ്ങിയത്. ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് പാളിപ്പോയി. വിളപ്പിൽശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർ ഉറങ്ങില്ല. അപ്പം അതുപോലെ തന്നെയാണ് താങ്കൾ പറഞ്ഞ പദ്ധതി എവിടെയെങ്കിലുമൊക്കെ മനോഹരമായിട്ട് നടപ്പിലാക്കി കാണും. പക്ഷേ തിരുവനന്തപുരത്ത് ആ പദ്ധതി വിജയകരമായിരുന്നുവെങ്കിൽ പ്രശാന്ത് മേയറായിരുന്നപ്പോൾ മുതലാണല്ലോ നടപ്പിലാക്കി തുടങ്ങിയത്, ഇത്രത്തോളം നടപ്പിലാക്കി തുടങ്ങിയോ. ആ പദ്ധതി വിജയകരമായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചർച്ച ചെയ്യേണ്ട. 2016 ഞാൻ പറയട്ടെ 2016 നടപ്പിലാക്കി തുടങ്ങിയ ഒരു പദ്ധതി 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഇഷ്യൂ തുടങ്ങിയെടുത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഇംപ്ലിമെൻ്റ് ചെയ്ത ആ പദ്ധതി പരാജയപ്പെട്ടെന്നല്ലേ അർത്ഥം. ഒരു പക്ഷേ പദ്ധതി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ അത് ടോട്ടലി കളയണമെന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ പോരായ്മകളുണ്ട്. അത് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ള കൂട്ടായ ഒരു ചർച്ച. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും മനസ്സിലാവുക, ഒന്നുകിൽ സെമി ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാന്റ്.